പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യും. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥ രോഗികൾ, പീഡിതരെ, മാനസിക സംഘടന അനുഭവിക്കുന്നവരെ, ഡിപ്രഷൻ അനുഭവിക്കുന്നവർ, മരുന്ന് കഴിച്ചിട്ട് ഉറക്കം മൂടുകയും ശരീരം തൂക്കം വെക്കുകയും ചെയ്യുന്നതല്ലാതെ പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലാതെ ഡിപ്രഷൻ കൊണ്ട് വേദനിച്ച് ജീവിക്കുന്ന ആൾക്കാർ, കർത്താവേ, നീ അവരെ തൊടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓട്ടിസം കുഞ്ഞുങ്ങളെ, ഹൈപ്പർ ആക്ടിവിറ്റി കുഞ്ഞുങ്ങൾ, അവരുടെ മാതാപിതാക്കന്മാരെ മനസ്സ് കെട്ടുപോയവരെ, തകർച്ച സങ്കടം കൊണ്ട് അവർക്ക് ജീവിക്കാൻ പറ്റാത്തവർ, ജീവിക്കാൻ വേണ്ടി ജീവിതത്തോട് മൽപ്പിടുത്തം നടത്തുന്നവർ, മരുന്ന് കഴിച്ചിട്ടും രോഗം സുഖമാക്കാതെയും രോഗം പൊറുക്കാതെയും ഇരിക്കുന്നവർ, എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ നിനക്ക് ദൈവസന്ധിപ്പും സൗഖ്യം ലഭിക്കട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവ്വേശ്വരാ എന്നേക്കും. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഉടമ്പടിയിൽ അർത്ഥവത്തായിട്ട് കാര്യക്ഷമമായ ഉടമ്പടി പ്രവർത്തനമാണ് നമ്മൾ നടത്തുന്നതെന്ന്, അഥവാ പ്രേക്ഷിത പ്രവർത്തനമാണ് നമ്മൾ നടത്തുന്നതെന്ന് നമ്മൾ ആദ്യം ഉറപ്പുവരുത്തേണ്ടതാണ്. ഇപ്പം നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നല്ലേ, അപ്പോൾ സംസാരിക്കുന്ന മുമ്പ് ഞാൻ കുറേ മനസ്സിൽ പ്രാർത്ഥിക്കുകയും ഇനി കർത്താവ് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എനിക്ക് വെളിപ്പെടുത്തി കിട്ടാൻ വേണ്ടി ഞാൻ മനസ്സുരുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് ഇപ്പം തുടങ്ങിയല്ല, പോലെ കർത്താവിൻ്റെ കാര്യം പറയാൻ തുടങ്ങുന്ന കാലം മുതലേ എനിക്കൊരു ചെറിയ ടെൻഷൻ ഉണ്ടായപ്പോഴും, അത് എത്ര വയസ്സായാലും എനിക്ക് തോന്നുന്നത് ടെൻഷൻ കുറയരുതെന്നുള്ളതാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പഠിച്ചത്. കാര്യം ഞാൻ ഇടവകയിലൊക്കെ നടത്തിയിട്ടുള്ളത് ഇരിക്കുമ്പോഴേ നമുക്ക് വൈകുന്നേരമല്ല ഓരോ സ്ഥലത്ത് കൺവെൻഷനിൽ വിളിക്കണം നമ്മളാണ്. അപ്പോൾ ഞാൻ ഡെയിലി പോയി വരികയായിരിക്കും ചെയ്യണത്. പക്ഷേ ഇടവകയിൽ വരുമ്പോൾ ചില സമയത്ത് വല്ല സിക്കായിരിക്കും, ചിലപ്പോൾ ചില സമയത്ത് നമ്മുടെ വീട്ടിൽ അവിടെ ഇടവക മരിപ്പുണ്ടാവും. മരണമൊക്കെ ഉണ്ടായാൽ നമുക്ക് ഇട്ടച്ചും പോകാൻ പറ്റത്തില്ലല്ലോ. അതെല്ലാം കഴിഞ്ഞ് പരവെടുത്ത് അതിൻ്റെ കുർബാന ചൊല്ലി ആൾക്കാരെല്ലാം പിരിച്ചതിന് ശേഷമേ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ചിലപ്പോൾ 10-120 കിലോമീറ്റർ സഞ്ചരിക്കണമെങ്കിൽ ചിലപ്പോൾ അരമണിക്കൂർ ഉണ്ടാകത്തുള്ളൂ. അപ്പം അങ്ങനെ വരുമ്പോൾ
അങ്ങനെ സഞ്ചരിച്ചാൽ പോലും സമയത്ത് എത്താൻ പറ്റത്തില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മളൊരു ടെൻഷൻ അടിക്കും അല്ലേ? തീർച്ചയായിട്ടും. പക്ഷേ ടെൻഷൻ അടിക്കുമ്പോൾ നമ്മളതിനെ പ്രെയറായിട്ട് കൺവേർട്ട് ചെയ്യും. ഞാൻ കാറിലിരുന്നുകൊണ്ട് ആരോടും സംസാരിക്കത്തില്ല. അതിപ്പോഴും അങ്ങനെയാണ്. എനിക്ക് എന്തെങ്കിലും ഹെവി മനസ്സ് ലോഡ് പിടിക്കാൻ തുടങ്ങിയാൽ ഞാൻ സൈലൻ്റ് ആയിരിക്കും. അതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആകാശത്തിൽ ഇന്ധനം നിറക്കുന്ന വിമാനങ്ങളില്ല, അവർ സൈലൻ്റ് ആയിരിക്കും, ശബ്ദമായിട്ട് നിന്നിരിക്കും. അതായത് നമ്മൾ പ്രെയർ ചെയ്ത് നമ്മളുടെ ഒരു ടെൻഷനുണ്ട്, പിന്നെ നമ്മൾക്ക് ചെയ്യാനുള്ള ആശങ്ക ഉണ്ട്, ആങ്സൈറ്റി ഇതൊക്കെ ഉണ്ടാകും. ഇതൊക്കെ ഏറ്റവും കൂടുതൽ വേണ്ട കാര്യങ്ങളാണ് ഇതെല്ലാം. ഈ ഉത്കണ്ഠ, അതുപോലെ തന്നെ ടെൻഷൻ, ഇതിൻ്റെ വരുന്നൊരു വിഷയം ഇത് ആണ് ദൈവത്തെ ആശ്രയിക്കാനും കണ്ടെത്താനും നമ്മളെ ഒരു പരിധി വരെ സഹായിക്കും. എന്നെ സഹായിച്ചിട്ടുള്ളത് കാരണം ഞാൻ ഈ സമയത്തൊക്കെ ബാക്കി എല്ലാ കണക്ഷൻസും കട്ട് ചെയ്യും, മൊബൈൽ ഓഫ് ചെയ്യും, മറ്റുള്ളവരോട് കൂടെയുള്ളവരോട് സംസാരിക്കുമെന്ന് പറയും, അല്ലെങ്കിൽ അവരുടെ സംസാരത്തിൽ പങ്കെടുക്കത്തില്ല. ഭയങ്കര ഡിസിപ്ലിൻ കോൺവെർസേഷൻ ഡിസിപ്ലിൻ ഉണ്ടാക്കും. എന്താ കാര്യം വെച്ചാൽ ആ സമയം ദൈവത്തോട് മാത്രം നമ്മൾ സംസാരിക്കുകയോ ജപമാല ചെല്ലുകയോ ചെയ്യണേ. നിങ്ങളവർക്ക് ആധ്യാത്മിക ജീവിതം അത്ര കൊണ്ട് വലിയ അതിൻ്റെ സങ്കീർണമായ കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഇവരൊക്കെ ആധ്യാത്മിക ഔന്നത്യം പ്രാപിക്കണമെന്ന് ഒരിക്കലും ധരിക്കരുത്. സിമ്പിളാണ്. കത്തോലിക്ക സഭ പഠിപ്പിച്ചിട്ടുള്ള എല്ലാം ജപമാല, കർത്താനമാലാഹ, പിന്നെ നമുക്ക് വിസിറ്റ് ചെയ്യണമെങ്കിൽ പരിശുദ്ധ കുർബാനയിൽ വിസിറ്റ് ചെയ്യും. ഇപ്പം കൃപാസനത്തിൽ തന്നെ നിങ്ങൾക്ക് അറിയാവോ, ആപ്പാടെ 50 സെൻറ്റ് സ്ഥലമാണ് നിൽക്കണത്. 50 സെൻറ്റ് സ്ഥലത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്ന് അറിയത്തില്ല, 3 നിത്യാരാധനയുണ്ട്. അപ്പോഴൊക്കെ മനസ്സിലായില്ലേ, എങ്ങോട്ട് തിരിഞ്ഞാലും നമ്മൾ നിത്യാരാധന വന്ന് വീഴും. ഏതെങ്കിലും ഒരു നിത്യാരാധന വന്നു. അതിൽ വിസിറ്റ് എന്ന് പറയണത് ദിവ്യകുർബാനയുടെ വിസിറ്റ്. ഇനി ദിവ്യകുർബാന ഇരിക്കണ സമയത്ത് നമ്മൾ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. അപ്പം എനിക്ക് ആ ഒരു അഭിഷേകമായിട്ടിരിക്കണം. കാര്യം കാനായിലെ കല്യാണമാണ് എൻ്റെ ജീവിതത്തിൻ്റെ ദൈവം എന്നോട് സംസാരിക്കുന്ന പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. അതിലേക്കാണ് കർത്താവ് ജനങ്ങളെ കണക്ട് ചെയ്ത് തന്നിരിക്കുന്നത്. അതുകൊണ്ട് അമ്മയുടെ മാധ്യസ്ഥത്തിലാണ് ഞാൻ പരിശുദ്ധ കുർബാനയുടെ മുമ്പിലിരിക്കുന്നത്. കാനായിലെ കല്യാണ വീട് അമ്മയുടെ മാധ്യസ്ഥത്തിലാണ് ഈശോയുടെ മുമ്പിൽ നിന്നത്, ദിവ്യ കുർബാനയുടെ മുമ്പിൽ നിന്നത്. ഉറക്കല്ലേ? അതല്ലേ കൃപാസനത്തിൽ നടക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ എന്താ വിഷയം? ഞാൻ പറഞ്ഞു വരുന്ന ഇതാണ്, നിങ്ങൾ ഈ ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ ബോധ്യം എന്ന സംഭവമുണ്ട്. ബോധ്യം. അപ്പോൾ നോൺ ബോധ്യം എന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ ബോധ്യം എന്നൊക്കെയാണ് പൗലോസ് അപ്പോസ്തലൻ പറയും. ഇപ്പോൾ നോക്കിയാൽ മറ്റുള്ളവരുടെ ബോധ്യം ജനിപ്പിക്കണമെന്നാണ്. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയാം, അതിനെടുത്ത് 2 തിമോത്തി 4:2 വചനം പ്രസംഗിക്കുക. സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും ജാഗരൂകതയോടെ വർത്തിക്കുക. അതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്, നേരത്തെ കൈകാര്യം ചെയ്തതാണ്. മറ്റുള്ളവരിൽ ആ വാക്കെടുക്കുക, മറ്റുള്ളവരിൽ ബോധ്യം ജനിപ്പിക്കുകയും. അതാണ് സംഭവം. കഴിഞ്ഞാൽ മറ്റുള്ളവരിൽ ബോധ്യം ജനിപ്പിക്കുകയും അവരെ ശാസിക്കുകയും ഉദ്ബോധിപ്പിക്കുകയും ചെയ്യുക. ഇത് വരുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നമുണ്ടല്ലോ. ഈ പൗലോസ് അപ്പോസ്തലൻ പോലും പറയണത് മറ്റുള്ളവരിൽ ബോധ്യം ജനിപ്പിക്കണമെന്നാണ്. പക്ഷെ ആധ്യാത്മിക ജീവിതത്തിൽ ഒരു വ്യക്തി വളരണമെങ്കിൽ ആദ്യം ബോധ്യം ജനിപ്പിക്കേണ്ടത് ദൈവത്തിലാണ്. നമ്മൾ
ഇങ്ങനെ ഒരു ടെൻഷനിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവേ നീ അത് കാര്യം ടെൻഷന് എതിരായിട്ടുള്ള എല്ലാ സാധനവും ഇൻസ്ട്രുമെൻസൊക്കെ ഉള്ളത് കർത്താവിൻ്റെ കയ്യിലാണ്. എന്തൊക്കെയാണ്? ധൈര്യം, അല്ലേ? പിന്നെ ഞാനൊരു പ്രാക്ടിക്കലായിട്ടൊരു കാര്യം പറയാം. നിങ്ങൾക്ക് ടെൻഷൻ്റെ കാലത്ത് ഒരു ധൈര്യവും തോന്നത്തില്ല. അപ്പം നിങ്ങളോർക്കും പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഉടനെ ടെൻഷൻ വരുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഉടനെ ഒരു ധൈര്യം തോന്നത്തില്ല. നമ്മൾ ഡെലിവറൻസിൻ്റെ ഇത് ഡെലിവർ ചെയ്യുന്ന സമയത്ത് ചെയ്യണ കാര്യത്തിലും നമുക്ക് അപ്പോൾ ടെൻഷനോട് തന്നെ ആയിരിക്കും നമ്മൾ ചെയ്യണത്. നിങ്ങളാരും വിചാരിക്കുന്നത് പ്രാർത്ഥിക്കുമ്പോൾ ഉടനെ ടെൻഷൻ ഇങ്ങനെ കാറ്റ് വരുമ്പോൾ മേഘങ്ങൾ അങ്ങോട്ട് തൂത്തുപോണ പോലെ ടെൻഷൻ അങ്ങോട്ട് മാറുമെന്ന്. മാറുന്നവരുണ്ടാകാം. പക്ഷേ ഞാൻ 21 ലക്ഷം ആൾക്കാരെ കൗൺസിൽ 21 ലക്ഷം ആൾക്കാരെ കൗൺസിൽ ചെയ്തിട്ടുള്ള അവർ ടെൻഷൻ അടിച്ച് തന്നെയാണ് പ്രാർത്ഥിക്കണത്, ടെൻഷൻ അടിച്ച് തന്നെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യണത്. പക്ഷെ ഒരു കാര്യം കർത്തവാണ്. എന്താണ് വ്യത്യാസം? വ്യത്യാസം എന്ന് പറയുന്നത് ഞാൻ എന്തുമാത്രം ടെൻഷൻ അടിച്ചാണ് ഓരോ ധ്യാനങ്ങളും ചെയ്തിരിക്കണത്. ടെൻഷൻ അടിക്കാതെയും ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ ടെൻഷൻ അടിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൽ അവലംബിച്ച് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അതിൻ്റെ ഫ്രൂട്ട്സാണ് പ്രധാനം. എന്താ കാര്യം? നമ്മൾ വിചാരിക്കാത്ത റിസൾട്ട് ഉണ്ടാക്കും. എന്താ കാര്യം? അത് ചെയ്യണത് കർത്താവാണ്. എൻ്റെ മക്കളെ, കർത്താവിന് ചെയ്യാൻ പറ്റിയ ഒരു പ്രൊവിഷൻ ജീവിതത്തിലുണ്ട്. നമുക്ക് നാളെ അത് കാണാം. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ടെൻഷൻ അടിക്കുമ്പോൾ എൻ്റെ മക്കൾ എന്ത് ചെയ്യണം? എല്ലാ കണക്ഷനും ഊരിയിടണം. ഇടിവിട്ട് വരേണ്ട സമയത്ത് അങ്ങനെയല്ല നമ്മൾ ചെയ്യണത്. ഇടിവിട്ട് വരുമ്പോൾ എന്ത് ചെയ്യും? എല്ലാ മെയിൻ സ്വിച്ച് ചിലപ്പോൾ ഓഫ് ആക്കണവരുണ്ട്, ചിലപ്പോൾ ഫീസ് ഊരി കളയണവരുണ്ട്. ഇത് തന്നെയാണ് നമുക്ക് ടെൻഷൻ ഉണ്ടാകുമ്പോഴും നമ്മൾ മറ്റുള്ള ആൾക്കാരുമായിട്ടുള്ള മൊബൈൽ ഓഫ് ചെയ്യും, മറ്റുള്ള ആൾക്കാരുള്ള കണക്ഷൻസ് മാറുക. കണക്ഷൻസ് ഊരിക്കളയണം മാത്രമല്ല, അതിനെ പ്രെയറായിട്ട് കൺവേർട്ട് ചെയ്യണം. എന്നാൽ ബാക്കി ഈ നമ്മൾ ടെൻഷൻ അടിക്കുന്ന വിഷയം ചെയ്യണം നമ്മളായിരിക്കത്തില്ല, അത് നിൻ്റെ കർത്താവായിരിക്കും. ഓക്കെ, താങ്ക് യു. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പറയുന്ന സാക്ഷ്യം എന്താന്ന് വെച്ചാൽ മാതാവിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. അതിലൂടെ ആ ചേച്ചി എക്സാം പാസ്സായി എന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പം ഞാൻ കൂടുതലായിട്ടും എങ്ങനെ ഉടമ്പടി എടുക്കുക, അതിൻ്റെ നിബന്ധനകളെക്കുറിച്ച് ഞാൻ നോക്കുകയും ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുക്കുകയും ചെയ്തു. ഞാൻ ഏപ്രിൽ 11 ഞാൻ ഉടമ്പടി എടുക്കുന്നത്. അതിനുശേഷം പിന്നീട് എൻ്റെ ലൈഫിൽ കൂടുതലായിട്ടും മാറ്റങ്ങൾ വരികയും ഞാൻ
ജർമ്മൻ എക്സാം. പിന്നീട് ഞാൻ പ്രാർത്ഥനയ്ക്ക് 80%, എൻ്റെ പഠിത്തം വെറും 20% ഞാൻ കുറച്ചുകൊണ്ട് ഞാൻ ഉടമ്പടി കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ട് തന്നെ ഞാൻ എക്സാം എഴുതി. ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയട്ടെ, ഞാൻ ആ എക്സാം ആദ്യത്തെ എഴുത്തിൽ തന്നെ ഞാൻ പാസ്സായി. എനിക്ക് വളരെ നല്ല മാർക്കുണ്ടായിരുന്നു. എല്ലാം ഞാൻ പുറമേയുള്ള എൻ്റെ കൂടെ പഠിച്ച കൂട്ടുകാരൊക്കെ നോക്കി നിൽക്കുമ്പോൾ അവരുടെ മുമ്പിൽ ഏറ്റവും വലിയ സാക്ഷിയായിട്ട് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ലെവലിലോട്ട് എനിക്ക് മാർക്ക് വന്നു. ഞാൻ ആ എക്സാം ഒറ്റയടിക്ക് ഞാൻ പാസ്സാവുകയുണ്ടായി. അതിനുശേഷം ഞാൻ അതിന് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഞാൻ ഡൽഹിയിലാണ് എക്സാം എഴുതിയത്. ഞാൻ എക്സാം സെൻറ്ററിന് മുമ്പിൽ ചെന്നു. ഞാൻ ഒരാളെ പോലും നോക്കിയില്ല. ഞാനവിടെ എൻ്റെ ഒരു അവസ്ഥ കൊണ്ട് ഞാൻ അവിടെ പോയി കൈ വിരിച്ചു നിന്ന് ഞാൻ പ്രാർത്ഥിച്ചു. മാതാവിൻ്റെ പ്രതീക്ഷീകരണ പ്രാർത്ഥന ഞാൻ അവിടെ വെച്ച് ചൊല്ലി. ഞാൻ ആരും ചവിട്ടാത്തൊരു മൂലയിൽ ഞാൻ ഉപ്പിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ കുറച്ച് ഉപ്പ് ആരും കാണാതെ, ശരിക്കും അങ്ങനെയൊന്നും എക്സാം സെൻറ്ററിൻ്റെ ഉള്ളിലേക്ക് എടുക്കാൻ പറ്റില്ല. നമ്മുടെ ബോഡി ഫുള്ള് ചെക്ക് ചെയ്തൊക്കെയാണ് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വിടുകയുള്ളൂ. പക്ഷെ എന്നാൽ പോലും എൻ്റെ വിശ്വാസമാണ്, ഞാനത് കുറച്ച് ടവലിനിടയിൽ വെച്ച് ഞാനത് എടുത്തുകൊണ്ട് പോവുകയും ഞാൻ എക്സാമിന് ചെന്നിരുന്നു. പക്ഷേ എക്സാം എനിക്ക് വളരെ പാടായിരുന്നു. കാരണം ഞാനത് ജയിക്കില്ല എന്ന് എനിക്ക് തന്നെ ഉറപ്പായിരുന്നു. പക്ഷേ വീട്ടിൽ പറഞ്ഞു ജയിക്കും, കുഴപ്പമില്ല എന്ന്. അവർ വിഷമിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞു. പക്ഷേ അവസാനം ഞാൻ ആ എക്സാമിൻ്റെ പേപ്പർ ഞാൻ അവർക്ക് കൊടുക്കുമ്പോൾ ഞാൻ അതിൻ്റെ അകത്ത് കൃപാസനത്തിൽ ഉപ്പ് ഞാൻ ആരും കാണാതെ അതിൻ്റെ അകത്ത് ഇട്ട് പ്രാർത്ഥിച്ചു, വിശ്വാസ പ്രമാണം ചൊല്ലി. എനിക്കറിയാവുന്ന രീതിയിലെല്ലാം ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഞാൻ അങ്ങനെയാണ് അവിടുന്ന് ഇറങ്ങിപ്പോകുന്നത്. പക്ഷെ ഞാൻ അതിന് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ 4 മൊഡ്യൂളും ഏറ്റവും നല്ല മാർക്കിൽ ഞാൻ പാസ്സാവാനായിട്ട് ഇടയായി. എനിക്ക് 100% വിശ്വാസമുണ്ട്. ഇതെൻ്റെ മെറിറ്റ് അല്ല, ഇതെനിക്ക് ദൈവം നടത്തി തന്നതാണെന്നും പരിശുദ്ധ അമ്മയാണ് ഇതിന് പുറകിലെന്നും 100% ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് അതുപോലെ തന്നെ എനിക്ക് തൈറോയിഡ് എന്ന് പറയുന്ന ഒരു അസുഖം, എനിക്ക് വളരെ നാളായിട്ട് ഉറക്കം കുറവും മുടി പൊഴിച്ചിലും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ബുദ്ധിമുട്ടി. ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു തൈറോയിഡ് ഇല്ല, ഒരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞു. പക്ഷേ എന്നാലും ഞാൻ അങ്ങോട്ട് പറയുകയും തൈറോയിഡ് ടെസ്റ്റ് ചെയ്യുകയും ചെയ്തപ്പോൾ എനിക്ക് തൈറോയിഡ് വളരെ ഹൈ ആയിരുന്നു. അതിനുശേഷം എനിക്ക് പിന്നീട് മാനസികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ട്. എനിക്കൊരു അസുഖം വരിക എന്ന് പറയുന്നത് ഭയങ്കര പേടിയുള്ളൊരു കാര്യമാണ്. പക്ഷേ പിന്നീട് ഞാനത് മാതാവിനോട് പ്രാർത്ഥിച്ചു. കൂടുതലായിട്ട് ഞാൻ കഴിഞ്ഞു പോയ ധ്യാനങ്ങൾ ഞാനത് എടുത്ത് കേൾക്കുവാനും അതുപോലെ തന്നെ ഈശോയെ മാതാവിനെ പറ്റി ഒത്തിരി പേരോട് പറയാനും, ഒരു വഴി കാണുന്ന പട്ടിക്കും പൂച്ചയ്ക്കും എല്ലാവരും ചോദിക്കും എനിക്ക് ഭ്രാന്താണോ എന്ന് വരെ ചോദിക്കും. പക്ഷെ എന്നാൽ പോലും ഞാൻ എല്ലാ ജീവികൾക്കും ഞാൻ ഭക്ഷണം കൊടുക്കാനും അതിനെ നോക്കാനും ഒക്കെ ഞാൻ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഈ ഒരു ചെറിയ പ്രായത്തിൽ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ തൈറോയിഡ് പിന്നീട് ഞാൻ വെറും വയറ്റിൽ ടെസ്റ്റ് ചെയ്യാൻ പറയുകയും ഞാനത് ടെസ്റ്റ് ചെയ്തപ്പം എനിക്ക് കൂടുതലായിരുന്നു. പിന്നീട് ഡോക്ടർ ഒരു അപ്പോയിൻമെൻറ്റ് തന്ന, അതിനനുസരിച്ച് വീണ്ടും വെറും വയറ്റിൽ ടെസ്റ്റ് ചെയ്തപ്പം എനിക്കത് നോർമലാവുകയും ഞാൻ അതിനു വേണ്ടി കൃപാസനത്തിൽ ഉടമ്പടി കാശിരൂപം ഞാൻ തൊണ്ടയിൽ വെച്ച് പ്രാർത്ഥിക്കുക, അതുപോലെ തന്നെ ഉടമ്പടി ഉപ്പ് ഞാൻ അത് കഴിച്ചിട്ട് പോവുകയും ഞാൻ ടെസ്റ്റ് ചെയ്യുന്ന ലാബിൻ്റെ അവിടെ വിതറുകയും ചെയ്തു. ഞാൻ അതുപോലെ പ്രാർത്ഥിച്ചു. അത്രയും ഹൈ ആയിട്ട് നിന്നത് ഒരു 2 ദിവസം കൊണ്ട് അത് കംപ്ലീറ്റ് നോർമലാണ്. എനിക്കൊരു തൈറോയിഡും ഇല്ലയെന്ന് അവർ പറഞ്ഞു, മരുന്ന് വേണ്ടെന്ന് അവർ പറഞ്ഞു. അതിനുശേഷം എൻ്റെ ഒരു റൈറ്റ് ഭാഗത്തായിട്ട് തൈറോയിഡിൻ്റെ അവിടെ തന്നെ ഒരു മുഴ പോലെയുണ്ട്. അപ്പോൾ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു ഇത് മുഴ പോലെ കാണണ്ട, എന്തായാലും നമുക്ക് സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ തൈറോയിഡ് സ്കാൻ ചെയ്തു. അപ്പോഴും എനിക്ക് ഭയങ്കര വിശ്വാസമാണ്, ഇത്രയും എന്നെ എത്തിച്ച ദൈവം ഇനിയും ചെയ്യാൻ ശക്തനാണെന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് ഞാൻ. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുകയും ഞാനിവിടെ ഒന്ന് സാക്ഷ്യപ്പെടുത്താൻ നേരുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ ഞാൻ തൈറോയിഡ് സ്കാൻ ചെയ്തതിൽ ഒരു കുഴപ്പവും ഇല്ല എന്ന് പറയുകയും പൂർണ്ണമായിട്ടും തൈറോയിഡ് നോർമലായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. മൂന്നാമതായിട്ട് ഞാൻ ജൂൺ 2023 ജൂണിൽ ഞാൻ പ്രഗ്നൻ്റ് ആവുകയും അതുപോലെ തന്നെ എനിക്ക് അതിനുശേഷം പിന്നീട് അബോർഷനായി പോകാനും ഇടയായി. അതിനുശേഷം ഡോക്ടർ പറഞ്ഞു, അതായത് സ്കാൻ ചെയ്തപ്പോൾ അതിൻ്റെ ബ്ലഡ് ക്ലോട്ടുകളും കാര്യങ്ങളെല്ലാം യൂട്രസിൽ റിമൈൻ ചെയ്യുന്നുണ്ടെന്ന് പറയുകയും അതിന് വേണ്ടി ബ്ലീഡിങ്ങിൻ്റെ മെഡിസിൻ എഴുതുകയും ചെയ്തു. പക്ഷേ എത്ര ബ്ലീഡിങ്ങിന് മരുന്ന് കഴിച്ചിട്ടും എനിക്ക് ബ്ലീഡിങ് വരില്ല. കാരണം എനിക്ക് വിളർച്ചയുണ്ട്, ബ്ലഡ് ശരീരത്തിൽ
തീരെ കുറവാണ്. അപ്പോൾ 2 ദിവസം മാത്രമാണ് എനിക്ക് ബ്ലീഡിങ് വന്നത്, അതിനപ്പുറത്തോട്ട് ബ്ലീഡിങ് വന്നിട്ടില്ല. അതിനുശേഷം വീണ്ടും സ്കാൻ ചെയ്യുകയും ചെയ്തു. അപ്പം അതിൽ എന്താ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും റിമൈനിങ് ആണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഡിയാൻസി എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ചെയ്തേ പറ്റൂ, കാരണം യൂട്രസിനുള്ളിൽ വീണ്ടും അത് ഇരിക്കുകയാണ്. അപ്പോൾ അത് കുറേ നാൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കത് എൻ്റെ ശരീരത്തിന്, എൻ്റെ ജീവന് വരെ അത് ആപത്താണെന്ന് പറയുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നീട് ഞാൻ ഇതുപോലെ തന്നെ പ്രാർത്ഥിക്കുകയും ഉടമ്പടി വസ്തു കാശുരൂപ എൻ്റെ വയറ്റിൽ നിന്ന് ഞാൻ ശരിക്കും പറഞ്ഞാൽ മാറ്റിയിട്ടില്ല. ഞാൻ കിടക്കുമ്പോൾ പോലും തലോണയുടെ അടിയിൽ കൃപാസന പത്രം വെക്കുകയും ഞാൻ അതുപോലെ കംപ്ലീറ്റ് ഞാൻ കൃപാസന എന്ന് പറയുന്ന എനിക്ക് വേറെ ഒരു കാര്യങ്ങളും ഇല്ല, ഞാൻ ഫുൾ ടൈം ഞാൻ കൃപാസനം ആ ഒരു ഇതിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുകയും ചെയ്തു. പിന്നീട് ഞാൻ ഇവിടെ സാക്ഷ്യപ്പെടുത്തിയേക്കാമെന്ന് ഞാൻ നേർന്നു. അങ്ങനെ എൻ്റെ ഡിയാൻസിയുടെ ഡേറ്റ് എടുക്കാനായിട്ട് ഞാൻ ചെന്നു. അവിടെ ചെന്നപ്പോൾ കാശുരൂപ എൻ്റെ വയറിൽ വെച്ച് പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ ഞാൻ ഉടമ്പടി ഉപ്പ് ഉപയോഗിക്കുകയും ചെയ്തു. സ്കാനിങ് സെൻറ്ററിലും ഞാനത് വിതറിയിട്ടുണ്ടായിരുന്നു, ഞാനത് കഴിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഡോക്ടർ ഡിയാൻസിയുടെ ഡേറ്റ് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനു മുമ്പായിട്ട് അവർ പറഞ്ഞു